ശ്രീ സി കെ ഷാക്കിർ, ഇവിടെ ഈ സിനിമയിൽ ഇത്രയും മാറ്റങ്ങൾ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാറ്റങ്ങളാണ്. 2 മിനിറ്റ് 8 സെക്കൻഡിന്റെ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത് മാറ്റങ്ങൾ വരുത്താൻ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇത് വലിയൊരു പിന്തുണ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെതാണെങ്കിലും കോൺഗ്രസിൻ്റെതാണെങ്കിലും ലീഗിൻ്റെതാണെങ്കിലും ഒക്കെ ഒരു പിന്തുണ ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അല്ല, ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യത്തോട് നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ പറയുമ്പോൾ പറയേണ്ടി വരുന്നത്. കാരണം ഇതിനു മുമ്പും പല സിനിമകൾ ഇന്ത്യയിൽ ചർച്ചകളായതുണ്ട്. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് തന്നെ 7ഓളം സിനിമകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാറിന്റെ അജണ്ടയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളക്കരയിൽ തന്നെ ഏറെ ചർച്ചയായിട്ടുള്ള കേരള സ്റ്റോറി, അതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പച്ച നുണ പ്രചരിപ്പിച്ച് ദൃശ്യാവിഷ്കാരമാക്കി സിനിമയാക്കി വന്നപ്പോൾ അതിന് 32,000 ആളുകളെ സിറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് കള്ളക്കഥ ഉണ്ടാക്കിയപ്പോൾ അതിന് ഒന്നുപോലും തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും അതിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടത്, കൈകാര്യം ചെയ്തതിന്റെ ആളുകൾ നോക്കി കണ്ടതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിത് കട്ട് ചെയ്യാൻ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തെ അത് ശരിയായില്ല എന്നാണ് നമുക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ചും പക്ഷേ ഇതിന്റെ ഈ കാരണം എന്തുകൊണ്ടാണ് ഈ പിന്തുണ ഉണ്ടായിട്ടും ഈ അണിയറ പ്രവർത്തകർക്ക് ആ പിന്തുണ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കാരണം. എല്ലാവരും തരാതരം പോലെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ മറിച്ച് തങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പരാമർശം സിനിമയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുദാഹരണമായിട്ട് എത്രയോ സിനിമകൾ വരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് യോജിച്ചില്ല എങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കും. അതുകൊണ്ട് ഈ പിന്തുണ എന്ന് പറയുന്ന ഒരു താൽക്കാലികമാണെന്ന് എല്ലാവർക്കും പറയാം, അല്ലെങ്കിൽ ഈ പിന്തുണ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അതിൽ മാറ്റം വരുത്തിയത്. അങ്ങനെയും പറയാമല്ലോ. അല്ല മഞ്ജുഷേ, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഈ സിനിമയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ആളുകൾ സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ബജരംഗിയെ പോലെയുള്ള 73 ആളുകളെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യൻ ഞാൻ 73 പേരെ കൊന്നു എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളയാള് ഇപ്പോഴും രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ഒരു 10 ആളെ കൊന്ന ആളുകൾ പോലും വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ടാവും. ഇത് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടത്തിയിട്ടുള്ള ഒരു വംശഹത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിട്ടുള്ള ഒരു സംഭവത്തെ ഇങ്ങനെ അല്പമെങ്കിലും സത്യസന്ധമായി ഒരു സിനിമയായി കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇവരെത്ര ഇനി 2 മിനിറ്റ് അല്ല 10 മിനിറ്റ് നീക്കം ചെയ്താൽ പോലും ഇതിന്റെ യഥാർത്ഥ പ്രമേയം അതിൽ നിലനിൽക്കും, അതിൽ സംശയമില്ല. അപ്പൊ അതിന്റെ അണിയറ പ്രവർത്തകരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണ്. ആ അർത്ഥത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. ഇതിന്റെ ചില സംഗതികൾ നമുക്ക് സംശയം വരും. ദുരുദ്ദേശമുണ്ടോ, ഇത് 2 ടീമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ മാറി നിൽക്കുന്നതിൽ ഇതിൽ കച്ചവട താല്പര്യമുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം. ചരിത്രത്തെ സത്യമായി പറഞ്ഞു. ഈ ഗുജറാത്തിലെ നരോത്ത പാട്യ കൂട്ടക്കൊലയും അതുപോലെ തന്നെ സബർമതി എക്സ്പ്രസിൽ ഉണ്ടായിട്ടുള്ള തീവപ്പും ഒക്കെ യഥാർത്ഥത്തിൽ ഒരേ ആളുകളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഗൂഢാലോചനയിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങൾ അല്ല, അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഈ തിരുത്തൽ വേണ്ടിയിരുന്നില്ലല്ലോ ശ്രീ ഷാക്കിർ. അവിടെ ആരും സെൻസർ ബോർഡ് പറഞ്ഞില്ല, തിരുത്തൽ സെൻസർ ബോർഡ് പറഞ്ഞില്ല. ഏതാനും ആളുകൾ ഈ കുറെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന് കണ്ടുകൊണ്ട് ഈ തിരുത്തൽ വേണ്ടായിരുന്നുവല്ലോ. ഇവിടെ ആരും സിനിമയ്ക്കെതിരെ അക്രമം അഴിച്ചു വിട്ടില്ല, ആരും തിയേറ്ററുകൾക്ക് കല്ലെറിഞ്ഞിട്ടില്ല. അല്ല, അത് RSSനെ അനുകൂലിക്കുന്ന സെൻസർ ബോർഡ് അംഗങ്ങൾ മൗനം പാലിച്ചു എന്നൊക്കെ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ BJP-ക്കാർക്കിടയിൽ നിന്ന് പുറത്തു വന്നത് കണ്ടല്ലോ. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇവരെന്ത് എത്ര മിനിറ്റ് നീക്കം ചെയ്താലും പറയാനുള്ളത് സത്യസന്ധമായി ഒരു സിനിമയാണെങ്കിൽ പോലും ഇവർ ലോകത്തോട് പറഞ്ഞു. ഒരു ഹോളിവുഡ് സിനിമയുടെ നിലവാരത്തിൽ കേരളത്തിൽ ഒരു സിനിമ രൂപപ്പെട്ടു. ആ സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഈ വർത്തമാന കാലഘട്ടത്തിൽ BJP-ക്ക് കനത്ത തിരിച്ചടിയായിട്ടുള്ള സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ ഇത്രമാത്രം ഭീരുക്കളാണ് RSSകാർ എന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. ഈ കഴിഞ്ഞ 4-5 ദിവസം എന്തൊരു കൂട്ടക്കരച്ചിലായിരുന്നു ഈ RSSകാർക്ക്. ആ കൂട്ട നിലവിളിയുടെ ഫലമായി മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ ഭീരുക്കളായി ഈ ഇത്തരം രംഗങ്ങൾ മുറിച്ചു കളയാൻ തീരുമാനിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മല്ലിക സുകുമാരനെ പോലെയുള്ള ആളുകൾ പിന്തുണ കൊടുക്കാൻ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ വന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇവരെ ഇനി നീക്കം ചെയ്താലും നീക്കം ചെയ്തിട്ടില്ലെങ്കിലും ഇതൊരു കമേഴ്സ്യൽ സിനിമയാണെന്ന് നമ്മൾ വിലയിരുത്തിയാൽ പോലും ചരിത്രത്തെ ചെറിയ രീതിയിലെങ്കിലും സത്യസന്ധമായി അവതരിപ്പിക്കാൻ ധീരത കാണിച്ച ഇതിന്റെ അണിയറ പ്രവർത്തകരെ, പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ബജരംഗി എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്.